സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് കാണാം. അപ്പോൾ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റിൻ്റെ അകത്ത് 8 സ്റ്റേജാണുള്ളത്. ടു ബർത്ത് ടു ടൈം ഓഫ് ഡെത്ത് വരെ ഒരു 8 സ്റ്റേജസിൽ കൂടിയാണ് ഒരു ഹ്യൂമൻ ബീങ് കടന്നു പോകുന്നത്. അപ്പോൾ ഓരോ സ്റ്റേജിലും ഒരു ക്രൈസിസ് ഉണ്ട്. ഈ ക്രൈസിസ് എങ്ങനെയാണ് അതിൻ്റെ ഔട്ട്കം വരുന്നത്? ക്രൈസിസ് നമ്മൾ മെറ്റാണോ നോട്ട് മെറ്റാണോ? മീൻസ് ഔട്ട്കം ഈസ് പോസിറ്റീവ് ഇഫ് ദ ക്രൈസിസ് ഇസ് മെറ്റ് സക്സസ്ഫുള്ളി. ഇഫ് ദ ഔട്ട്കം ഇഫ് നെഗറ്റീവ് ദ ക്രൈസിസ് ഈസ് നോട്ട് മെറ്റ്. ഇങ്ങനെയാണ് ഇതിൻ്റെ വരുന്നത്. അപ്പം നമുക്ക് ഈ ഏതൊക്കെ സ്റ്റേജസ് ആണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ്? ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. അതിൻ്റെ ഇൻഫൻസിയാണ്. 0 to 18 month ആണ് യൂഷ്വലി ട്രസ്റ്റ്. ഇത് ഏത് സ്റ്റേജാണ്? ട്രസ്റ്റ് ചെയ്യുന്ന സമയമാണ്. കാരണം വേറൊന്നും ചെയ്യാൻ അറിയത്തില്ല. ആരെയാണ് ട്രസ്റ്റ് ചെയ്യുന്നത്? കെയർ ഗീവറെയാണ് ട്രസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ള ഈവൻറ്റ് ഫീഡിംഗ് ആണ്. ബേബീസിന് ഫീഡ് കിട്ടുക, പിന്നെ എന്താണ്? കംഫോർട്ട് കിട്ടുക, അഫെക്ഷൻ കിട്ടുക. ഈ 3 കാര്യങ്ങളാണ് ഈ മീൻസ് ബേബീസിന് അറ്റ് ബർത്ത് 0 to 18 month ആവശ്യമുള്ളത്. അപ്പോൾ ഈ 3 കാര്യം സക്സസ്ഫുള്ളി മെറ്റാണെങ്കിൽ ഇവർക്ക് എന്താണ് ഉണ്ടാകുന്നത്? ഒരു ട്രസ്റ്റ് വരും. എന്തിനോടാണ് ട്രസ്റ്റ് വരുന്നത്? കെയർ ഗീവറോട് ട്രസ്റ്റ് വരും, എൻവയോൺമെൻറ്റിനോട് ട്രസ്റ്റ് വരും. അപ്പോൾ ഇത് അൺകോൺഷ്യസ് പ്രോസസ്സാണ്. അപ്പോൾ ബേബിയുടെ അൺകോൺഷ്യസ് മൈൻഡിൽ ഇൻസ്റ്റിൽ ചെയ്യുന്ന എന്താണ്? വേൾഡ് ഈസ് സേഫ് ടു ലിവ്. അതായത് എനിക്ക് ഈ വേൾഡ് സേഫാണ്, ഇങ്ങനെ ഒരു ഫീലിംഗ് അവർക്കുണ്ടാകും. അതായത് അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാകും, എല്ലാവരോടും ഒരു ട്രസ്റ്റ് ഉണ്ടാകും. കെയർ ഗീവറോട് മാത്രമല്ല, ഫ്യൂച്ചറിൽ അവരാരോടെല്ലാം ഇടപെടുന്നോ അവരോടെല്ലാം ഒരു ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യും. ഇതാണ് ട്രസ്റ്റ്. അപ്പോൾ മിസ്ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? ബേബീസിൻ്റെ നീഡ്സ് എല്ലാം നെഗ്ലക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അൺപ്രഡിക്റ്റബിൾ ആണ്. കാരണം അവർക്ക് എപ്പോൾ സമയം കിട്ടുന്നോ അപ്പോഴാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഇവർക്ക് ഒരു മിസ്ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യും. അതായത് നമുക്ക് അവർ അൺഷ്യസ് ആയിരിക്കും, ഇൻസെക്യൂർ ആയിരിക്കും, മീൻസ് അൺസർട്ടൻ അബൌട്ട് ദ ഫ്യൂച്ചർ ആൻഡ് അൺസർട്ടൻ അബൌട്ട് ദ ക്ലൈം എവറിത്തിങ്. മീൻസ് അവർ താമസിക്കുന്ന സറൗണ്ടിങ്സിനെ കുറിച്ച് ഒന്നും അവർക്കൊരു ട്രസ്റ്റ് കാണില്ല. ഓൾവേസ് അൺഷ്യസ് ആയിരിക്കും. അവർ ഇൻസെക്യൂർ ഫീലിംഗ് ആണ്. ഇപ്പോൾ അഡൽട്ട്ഹുഡിലാണേലും ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് കാരണം ചൈൽഡ്ഹുഡിൽ സംഭവിക്കുന്ന ഈ ക്രൈസിസ് ക്രൈറ്റീരിയ മെറ്റാകാത്തത് കൊണ്ടാണ്. ഇതെന്താണ്? ഒരു ബേബിയുടെ ഗ്രൗണ്ട് വർക്കാണ്. ഇത് എങ്ങനെയാണ് സക്സസ് ആകുന്നത് എന്നതനുസരിച്ചാണ് വേറെ എല്ലാ സ്റ്റേജസും കംപ്ലീറ്റ് ആകുന്നത്. ഇനി അടുത്തതാണ് ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്. ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട് ഇത് ഏതിൽ വരുന്നതാണ്? അത് കഴിഞ്ഞ് വരുന്നതാണ്. 18 months to 3 years വരുന്നതാണ് ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്. ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്താണ്? അവരുടെ ഈവൻറ്റ്സ് ടോയ്ലറ്റ് ട്രെയിനിങ് ആണ്. അപ്പോൾ ടോയ്ലറ്റ് ട്രെയിനിങ് ആണ്. 18 months വരെ ഫീഡിങ് ആയിരുന്നു, ഡയപ്പറൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 18 months ഒക്കെ ആകുമ്പോഴത്തേക്ക് ബേബീസ് ഇൻഡിപെൻഡൻ്റ് ആകാൻ ശ്രമിക്കും. അതായത് ആ സമയത്താണ് ടോയ്ലറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവർ ഒരു സെൻസ് ഓഫ് പേഴ്സണൽ കൺട്രോൾ, അതിനുള്ള ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുകയാണ്. ഇതൊക്കെ ഒരു ഡെവലപ്മെൻറ്റ് വരുന്നതാണ്. അതെല്ലാം ആ സമയത്ത് നമ്മളത് മനസ്സിലാക്കണം. അപ്പോൾ ടോയ്ലറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമാണ് ഈ സമയം. ഏതാണ്? 18 months to 3 years. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ക്രൈസിസ് ഓട്ടോണമിയാണ്. ഓട്ടോണമിയാണ് അതിൻ്റെ പോസിറ്റീവ് ഔട്ട്കം. ഓട്ടോണമി മീൻസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാൻ. അതായത് അവരുടെ അറ്റംപ്റ്റ്, ഇൻഡിപെൻഡൻ്റ് ആകാനുള്ള അവരുടെ അറ്റംപ്റ്റിനെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണ്? പിന്നെ ആണെങ്കിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാകും, പിന്നെ സെൻസ് ഓഫ് സെൽഫ് എഫിഷ്യൻസി. അത് എനിക്കെല്ലാം തന്നെ ചെയ്യാൻ പറ്റും. അത് ഈ ചൈൽഡ്ഹുഡിനെ കുറിച്ചല്ല സംസാരിക്കുന്നത്. ഡെവലപ്മെൻറ്റിൽ നമ്മൾ ഫ്യൂച്ചറിലേക്കാണ് തിങ്ക് ചെയ്യേണ്ടത്. ഫ്യൂച്ചറിലാണെങ്കിലും ചിലർ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. എവറിത്തിങ് ദേ ആർ ഡൂയിങ് ദെയർ ഓൺ. മീൻസ് ഇപ്പോഴത്തെ യൂഷ്വലി നമ്മുടെയൊക്കെ ബേബീസിന് നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ ഇച്ചിരി ടീനേജ് ആയാലും തന്നെ ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ല. കാരണം അവർക്ക് അത്ര സപ്പോർട്ടഡ് അറ്റ് ബർത്ത് ഈ പീരീഡിൽ കിട്ടിയിട്ടില്ല. നെക്സ്റ്റ് എന്താണ്? അപ്പോൾ അവരുടെ പോട്ടി ട്രെയിനിങ് എസ്പെഷ്യലി സംഭവിക്കുന്നതാണ് ചൂസിങ് ക്ലോത്ത്. ഈ ടൈമിൽ ബേബീസ് അവർക്ക് ഇഷ്ടമുള്ള ക്ലോത്ത് ചൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനേക്കാളും ഭംഗിയുള്ള ഡ്രസ്സ് കൊടുക്കും, അല്ലെ പുതിയ ഡ്രസ്സുകൾ കൊടുക്കും. അതൊക്കെ ഇതിനുള്ള ഒരു നെഗറ്റീവ് ഔട്ട്കമാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, ഇത് അൺകോൺഷ്യസ്ലി ഹാപ്പനാണ്. കാരണം നമുക്ക് ഇതിനെക്കുറിച്ചുള്ള തിയറിയുടെ ഇമ്പോർട്ടൻസ് അറിയത്തില്ലാത്തതുകൊണ്ടാണ്. ഇനി ഷെയിം ആൻഡ് ഡൗട്ട് എപ്പോഴാണ് ഡെവലപ്പ് ചെയ്യുന്നത്? എസ്പെഷ്യലി എപ്പോഴാണ് ഈ ബേബീസ്
സീരിയസ്ലി ക്രിറ്റിസൈസ്ഡ് ആൻഡ് ദേ ആർ നോട്ട് അലൗഡ് ടു എക്സ്പ്ലോർ ദെയർ എൻവയോൺമെൻറ്റ്. അപ്പം അവരെ നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അവിടെ പോകാൻ പാടില്ല, ഇവിടെ പോകാൻ പാടില്ല, ഇങ്ങനെയുള്ള സമയത്താണ്. അതായത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത് എന്താണ്, കൊച്ചുങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്നു, അടുക്കളയിൽ കയറുന്നു, പാത്രങ്ങളെല്ലാം വലിച്ചിടുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെല്ലാത്തിനും എന്ത് ചെയ്യും, റെസ്ട്രിക്റ്റ് ചെയ്യും. അപ്പോൾ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിനെയാണ് ഈ എന്താണ് അവർക്കപ്പോൾ എല്ലാത്തിനോടും ഒരു പേടി. അപ്പോൾ ഞാൻ മീൻസ് അവർക്ക് എന്താണ് സെൽഫ് എഫിഷ്യൻസി ഇല്ലാതാകും, കോൺഫിഡൻസ് ഇല്ലാതാകും, അവർ തന്നെത്താനെ ഡിസിഷൻ എടുക്കുകയല്ല, ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഇല്ലാതാകും. സോ എന്താണ് നമ്മൾ യൂഷ്വലി ചെയ്യേണ്ടത്, കിച്ചണിലൊക്കെ നമ്മളങ്ങനെ ബാരിക്കേഡ് വെച്ച് അല്ലെങ്കിൽ ഒരു പ്രിവെൻറ്റീവ് ബാരിയർ വെച്ച് കിച്ചണിലേക്ക് കയറാൻ സമ്മതിക്കാതിരിക്കുന്നതിന് പകരം യൂറോപ്യൻസൊക്കെ നമ്മൾ കണ്ടേക്കുന്നതാണ്, അവരങ്ങനെ കൊച്ചിന് ആപത്ത് വരുന്ന, അതായത് എന്തെങ്കിലും ഹട്ട് ചെയ്യുന്ന സാധനങ്ങളെല്ലാം മാറ്റും. എല്ലായിടത്തും ബേബീസ് അലൗഡാണ്, പക്ഷേ അവർക്ക് ഹട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മാറ്റും. ഇലക്ട്രിക് സോക്കറ്റൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, തുടരുമെന്ന് പറയും. യൂഷ്വലി എന്താണ് ചെയ്യേണ്ടത്, ആ കൊച്ചാ സ്റ്റേജ് ആകുന്നതിനപ്പുറം നമ്മളത് കവർ ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെയാണ് ഓട്ടോണമി വേഴ്സസ് ക്രൈസിസ്. അടുത്തത് എന്താണ്, നമ്മുടെ അടുത്തതാണ് ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്. ഈ ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ടും ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റും ഒക്കെ അതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. ഇതിൻ്റെ അകത്ത് എല്ലാം അവർ ബേബീസിൻ്റെ ആക്ടിവിറ്റീസ് ഓൾമോസ്റ്റ് സെയിം ആണ്. ഇതിൻ്റെ അകത്തെല്ലാം ബേബീസിൻ്റെ ലക്ഷ്യം എന്താണ്, അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആകുക, അവർക്ക് അവരുടേതായ ഒരു രീതിയിൽ ബിഹേവ് ചെയ്യാൻ നോക്കുക എന്നതാണ്. അപ്പോൾ ഇത് രണ്ടും ഓൾമോസ്റ്റ് സെയിം ആയിട്ട് വരും, ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട് ആൻഡ് ഇൻഡസ്ട്രി വേഴ്സസ് ഗിൽറ്റ്. അപ്പോൾ ഇൻഡസ്ട്രി വേഴ്സസ് ഗിൽറ്റ് മീൻസ് യൂഷ്വലി 3 to 6 ഇയേഴ്സിലാണ് ബേബീസിൻ്റെയൊക്കെ LKGക്ക് ആ സമയത്തൊക്കെയാണ് സംഭവിക്കുന്നത്. അവർ ഇനീഷ്യേറ്റീവ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇനീഷ്യേറ്റീവ് എടുക്കും. അതൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്തെല്ലാം അതിൻ്റെ ബാക്കിയായിട്ട് വരുന്നു. ഓട്ടോണമി ആ കൊച്ചിന് ടോയ്ലറ്റ് ട്രെയിനിങ്ങും ചൂസിങ് ക്ലോത്ത് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഇത് വരുന്നത്. എവറിത്തിങ് യു ആർ ട്രൈങ് ടു ഇനീഷ്യേറ്റ്, എല്ലാം എക്സ്പ്ലോർ ചെയ്യുക, എല്ലാം ഇനീഷ്യേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ആ സപ്പോർട്ട് ചെയ്ത് കൊച്ചിനെ തന്നെ എക്സ്പ്ലോർ ചെയ്യാനും അതിൽ സക്സസ് ആയാലും നമ്മളുകൊണ്ട് കുറേ ബിൽഡിംഗ് ബ്ലോക്കൊക്കെ വെച്ച് കഴിയുമ്പോൾ കൊച്ച് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതൊക്കെ നമ്മളിങ്ങനെ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. അത് അവരുടെ ഇനീഷ്യേറ്റീവ് സക്സസ് ആയതിൻ്റെ അവരുടെ സന്തോഷമാണ്. അപ്പോൾ ഗിൽറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മളതിനെ പ്രിവെൻറ്റ് ചെയ്യുക, പണിഷ് ചെയ്യുക, ക്രിറ്റിസൈസ് ചെയ്യുക, ഓവർ കൺട്രോൾ ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയങ്ങളിൽ ഇവർക്ക് എന്ത് വരും, ഇനി ഗിൽറ്റ് ഫീൽ വരും. അതായത് ഇതൊന്നും ചെയ്യാൻ പാടില്ല, ലൈഫിൽ ഞാനിതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ഫീലിങ്സ് വരും. ഇതിനാണ് ഗിൽറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും 6 ഇയേഴ്സ് വരെയാണ് ഓട്ടോണമി വേഴ്സസ് ഗിൽറ്റ്. അടുത്ത എന്താണ്, കോമ്പിറ്റൻസ്. കോമ്പിറ്റൻസിൻ്റെ അകത്ത് അത് അവരുടെ ആ വാല്യൂ അതിൽ നിന്നാവുന്നതാണ്. ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. ഇതെന്താണ് 5 to 12 ആണ്, സ്കൂൾ ഏജ് സ്റ്റുഡൻസിന് വരുന്നതാണ്. ഇൻഡസ്ട്രി മീൻസ് ഹാർഡ് വർക്കിംഗ് ആകുക, എല്ലാത്തിലും ഇനീഷ്യേറ്റ് ചെയ്യുക. ഇൻഫീരിയോറിറ്റി ഇത് സ്കൂളിൽ മോസ്റ്റ് ഓഫ് ദ ടൈം നമുക്ക് നമ്മുടെയൊക്കെ പിള്ളേർക്ക് സംഭവിക്കുന്നതാണ്. ഇൻഡസ്ട്രി മീൻസ് അവർ സോഷ്യലൈസ് ആകാൻ ശ്രമിക്കും, എല്ലാ കാര്യങ്ങളിലും ഒരു ഹാർഡ് വർക്കിംഗ്, കൂടുതൽ എഫോർട്ട് ഇടും, എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. സോഷ്യലി ആൻഡ് അക്കാഡമിക്കലി ഡിമാൻഡ്സ് കൂടുന്ന സമയമാണ്. സോഷ്യലി എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയിലെ ബേബീസ് ബാക്കി ബേബീസ് ചെയ്യുന്ന പോലെ ചെയ്യേണ്ടി വരിക, അക്കാഡമിക്കലി അവർക്ക് ഡിമാൻഡ് കൂടുന്ന സമയമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇൻഡസ്ട്രി മീൻസ് ഇതിനെല്ലാം ഇവർ സപ്പോർട്ടഡ് ആണെങ്കിൽ സെൻസ് ഓഫ് കോമ്പിറ്റൻസ് ഇവർക്ക് ഉണ്ടാവും. അതായത് ഞാൻ എവറിത്തിങ് ഐ എം കോമ്പിറ്റൻറ്റ് ടു ഡു ദീസ് തിങ്, ഐ എം കോമ്പിറ്റൻറ്റ് ടു ഡു ദാറ്റ് തിങ്. അത് അവർക്ക് അഡൽഹുഡിലും അത് അവർക്ക് കൺവേ ചെയ്യും. അങ്ങനെയുള്ളവരൊക്കെയാണ് നല്ല പോസ്റ്റിലൊക്കെ നല്ല ഹയർ ലെവലിലേക്കൊക്കെ വരുന്നത്. കാരണം അവർ അത്ര കോമ്പിറ്റൻ്റ് ആണ് ചെറുപ്പം മുതൽ. അങ്ങനെയാണ് അവർക്ക് സ്റ്റേജ് ഫിയർ കാണില്ല, അതൊക്കെ അതിൻ്റെ ഒരു ലക്ഷ്യങ്ങളാണ്. ഐ മീൻ അങ്ങനെയാണ്. ദെൻ ഈ സ്റ്റേജിലാണ് ബേബീസ് എപ്പോഴാണ് റീഡ് ചെയ്യുക, റൈറ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെ പഠിക്കുന്നത്. ദെൻ സ്ട്രോങ് സെൻസ് ഓഫ് ഡ്യൂട്ടി ഡെവലപ്പ്, അതായത് ഞാനിത് ചെയ്യണം എന്നുള്ള ഒരു ഫീലിങ്സ് അവർക്കുണ്ടാകുന്നതും എല്ലാം ഈ സമയത്താണ്. അവർക്ക് പുതിയ പുതിയ ഇൻട്രസ്റ്റുകളും പുതിയ പുതിയ ആക്ടിവിറ്റീസിലേക്ക് അവർ പോകും. പുതിയ പുതിയ ഇൻട്രസ്റ്റുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയും ഞാനിത് പഠിക്കാൻ പോവാണ്, ഞാൻ സ്പോർട്സിൽ പോവാണ്. പുതിയ പുതിയ ആക്ടിവിറ്റീസ്, അവർ എന്ത് ആക്ടിവിറ്റി അവർക്ക് ഇഷ്ടമുണ്ടോ അതനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. പിന്നെ അതിൻ്റെ അകത്ത് അവരുടെ സ്കിൽസ്, ഹോബീസ് ഇതിനെയെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യണം.
അപ്പോൾ ഈ സമയത്ത് അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാവും. പക്ഷേ അതിനകത്ത് ഇൻഫീരിയോറിറ്റിയും വരുന്ന സമയമാണ്. കാരണം അത് മെയിനായിട്ട് സ്കൂളിൽ നിന്നാണ് സംഭവിക്കുന്നത്. കുറച്ച് പിള്ളേർ സ്മാർട്ടാണ്, അവരെ സപ്പോർട്ട് ചെയ്യുക, ബാക്കിയുള്ളവരെ നമ്മളൊന്നിനും സപ്പോർട്ട് ചെയ്യാതിരിക്കുക. അപ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കലി അവർ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വരും. അവരെല്ലാത്തിൽ നിന്നും വിഡ്രോ ചെയ്യും. അവർ ലൈഫിലും വിഡ്രോ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്ത് കയറി വരുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി സ്കൂൾ ഏജ് സംഭവിക്കുന്നതാണ്. അവർക്ക് അവരുടെ തന്നെ എബിലിറ്റിയോട് ഡൗട്ട് വരും. അതാണ് ഇൻഫീരിയോറിറ്റി. അപ്പോൾ എല്ലാത്തിനും ഒന്നിനും അവരെ സെലക്ട് ചെയ്യാതിരിക്കുക, ഒന്നിനും അവരെ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കുമ്പോൾ അവരെ ഓർക്കും ഓക്കെ അവർക്ക് സെൽഫ് ഡൗട്ടാണ്, ഐ എം നോട്ട് ഏബിൾ ടു ഡു. അങ്ങനെ സെൽഫ് ഡൗട്ട് വരും. സപ്പോർട്ട് ചെയ്താൽ അവർ കോമ്പിറ്റൻ്റ് ആവും. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും സപ്പോർട്ട് ചെയ്താൽ അവൾ പിന്നെ വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോകും. അടുത്തത് എന്താണ്? ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. ഇത് അഡോളസെൻ്റ് വരുന്നതാണ്. ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. അതായത് ഐഡൻറ്റിറ്റി രണ്ടുണ്ട്. സൊസൈറ്റിയിൽ അവരുടെ ഐഡൻറ്റിറ്റി, അവരുടെ റോൾ എന്നാണ്. പിന്നെ എന്താണ്? സെക്ഷൽ ഐഡൻറ്റിറ്റി, ഞാൻ എന്താണ്. ഇതാണ് ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. ഇതിൻ്റെ അകത്ത് സോഷ്യൽ റിലേഷൻഷിപ്പാണ് മെയിനായിട്ട് വരുന്നത്. സെൻസ് ഓഫ് സെൽഫ് ആൻഡ് പേഴ്സണൽ ഐഡൻറ്റിറ്റി. ഞാൻ ഈ സമൂഹത്തിൽ നിന്ന് ചിലർ അഡോളസൻസ് പറയത്തില്ലേ, എൻ്റെ അഭിപ്രായം നിങ്ങൾ കേൾക്കാറില്ല, അങ്ങനെയൊക്കെ പറയുന്നത് ഇതിൻ്റെ അകത്താണ്. ഐഡൻറ്റിറ്റിയാണ്. ഞാനും ഒരു വ്യക്തിയാണ്, ഞാനും ഒരു പേഴ്സണാണ്, കംപ്ലീറ്റ് പേഴ്സണാണ്, എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്ന് അവർ അൺകോൺഷ്യസ്ലി പറയുന്നതാണ്. ഇത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റേജിൽ വരുന്നതാണ്. അപ്പോൾ അവിടെയെല്ലാം അവരുടെ അഭിപ്രായം നമ്മൾ അറ്റ്ലീസ്റ്റ് മൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ അവർക്ക് റോൾ കൺഫ്യൂഷൻ. ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് എനി പാർട്ട് ഇൻ ദിസ് ഫാമിലി, ഐ ഡോണ്ട് ഹാവ് എനി പാർട്ട് ഇൻ അവർ സ്കൂൾ ഓർ പിയർ ഗ്രൂപ്പ്, ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാം അവർക്കുണ്ടാവും. ഈ സമയത്താണ് അവർ ഫ്യൂച്ചറിലേക്കൊക്കെ നോക്കുന്ന സമയം. അപ്പോൾ അവർക്കൊരു നല്ല ഔട്ട്ലുക്കൊക്കെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അവർക്കൊരു ഐഡൻറ്റിറ്റി സൊസൈറ്റിയിൽ ഉണ്ടാകണം. അവർ അഡൾട്ടാന്ന് അവർ തന്നെ ചിന്തിക്കുന്ന സമയമാണിത്. ദെൻ ഈ സമയം നമ്മൾ അവരുടെ വാക്കിന് വില കൊടുക്കണം എന്നാണ് പറയുന്നത്. കാരണം മോസ്റ്റ് ഓഫ് ദ ടൈം പോസിബിൾ അല്ല. പക്ഷേ ഇത് ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജ് വരുന്നതുകൊണ്ടാണ് അവരുടെ അഭിപ്രായമോടെ പറയുക. അത് കറക്റ്റ് ചെയ്യേണ്ടതാണ് കറക്റ്റ് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യേണ്ടതാണ് അക്സെപ്റ്റ് ചെയ്യുക. കാരണം മോഡേൺ സൊസൈറ്റിയിലുള്ള പിള്ളേർക്കൊക്കെ ഭയങ്കര വിവരമാണ്. നെക്സ്റ്റ് എന്താണ്? ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ. ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ മീൻസ് ഇത് ഏതാണ്? യങ് അഡൽട്ട്ഹുഡാണ്. ഇൻറ്റിമസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സമയം അഡോളസെൻ്റ് കഴിഞ്ഞു, അവരത് കഴിഞ്ഞിട്ട് എന്താണ്? ഇൻറ്റിമസി, വർക്ക് ആൻഡ് പാരൻറ്ഹുഡിൻ്റെ സമയമാണ്. ആ സമയത്താണ് മാര്യേജ്. ഇൻറ്റിമസി, ഒരു ലൈഫ് പാർട്ട്ണറെ കണ്ടുപിടിക്കുക, പിന്നെ വർക്കിലും ചെയ്യുക, ബേബീസിനെ ലവ്, ഇതെല്ലാം ഒരു ലവ് ആൻഡ് അഫെക്ഷൻ്റെ ടൈമാണ്. ഇത് യങ് അഡൽട്ട്ഹുഡാണ്. ഈ സമയത്ത് ഇൻറ്റിമസി ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഐസൊലേറ്റ് ആയി പോവുക, ഇങ്ങനെയുള്ള കാര്യം, മറ്റുള്ളവരിൽ നിന്നൊന്നും നമുക്ക് അക്സെപ്റ്റൻസ് കിട്ടാതിരിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെത്താനെ ഐസൊലേറ്റ് ആകും. അവർ ലൈഫിൽ നിന്ന് ഓടിയൊളിക്കും, സമൂഹത്തിൽ നിന്ന് ഓടിയൊളിക്കും. ഈ വേൾഡിനോരോട് ഷാളോ ഇൻവോൾവ്മെൻ്റ് ആയിരിക്കും, ഒന്നിലും ഇടപെടില്ല, അവനവൻ്റെ കാര്യം മാത്രം നോക്കും. ഈ ഒരു അവസ്ഥയിലേക്ക് വരും. ഇത് അതിൻ്റെ നെഗറ്റീവ് ഔട്ട്കമാണ്. സക്സസ് ആണെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ, നമ്മുടെ സൊസൈറ്റിക്ക് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണായി മാറും. അടുത്തതാണ് ജനറേറ്റിവിറ്റി ആൻഡ് സ്റ്റാഗ്നേഷൻ. ഇത് ജനറേറ്റിവിറ്റി ആൻഡ് സ്റ്റാഗ്നേഷൻ ഇതിൻ്റെ അകത്ത് മിഡിൽ അഡൽട്ട്ഹുഡാണ്. അതായത് 40 years to 45 years ആണ്. ഈ സമയത്ത് എന്താണ്? ബേബീസിൻ്റെ ഒക്കെ അവരുടെ ഹാർഡ് വർക്കിംഗ് ടൈമാണ്. കാരണം ഫാമിലീനെ നോക്കുക, പിള്ളേരുടെ വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയമാണ് ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ പീഡിയാട്രിക്കിൻ്റെ അകത്ത് വരുന്നതല്ല, ഇവരുടെ ഹാർഡ് വർക്കിംഗ് ടൈമാണ്. പിള്ളേർക്കെല്ലാം ജോലിയാകുക, ഇവർ തന്നെ പിള്ളേരുടെയൊക്കെ പഠിപ്പിക്കുക, ഇവർ തന്നെ ഒരു നല്ല നിലയിൽ വരിക, ഫാമിലി വീടുണ്ടാക്കുക, മീൻസ് അവനവൻ്റെ ഇത് വരുന്നവർ കെയർ ഗീവ്, അവരൊരു ഇതാണ് ബ്രെഡ് വിന്നർ ആണ്. അവരുടെ അണ്ടറിൽ വരുന്നവർക്കെല്ലാം നല്ലൊരു പൊസിഷൻ കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള വരുന്നത് സമയമാണ്. ഇങ്ങനെ വന്നില്ലെങ്കിൽ അവരതിൽ സ്റ്റക്കാവും, ഐസൊലേറ്റ് ആവും, ഡിസപ്പോയിൻറ്റഡ് ആവും. ഈ സമയമാണ്. അടുത്ത എന്താണ്? ഇതാണ് മോസ്റ്റ് ലാസ്റ്റ് സ്റ്റേജ്. 65 years മുതൽ കഴിഞ്ഞ്, ടൈം ഓഫ് ഡെത്ത് വരെയാണ്. ഈഗോ, ഇൻറ്റഗ്രിറ്റി ആൻഡ് ഡെസ്പെയർ. ഈഗോ, ഇൻറ്റഗ്രിറ്റി ആൻഡ് ഡെസ്പെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, അവർ ലൈഫിൽ സക്സസ് ആണോ അല്ലയോ? അപ്പോൾ സക്സസ് ആണെങ്കിൽ നല്ല ജോലിയുണ്ട്, നല്ല ഫാമിലിയുണ്ട്, എല്ലാ കാര്യത്തിലും ഒരു ബെസ്റ്റ് ആണെങ്കിൽ ഈഗോ, ഇൻറ്റഗ്രിറ്റി. ഈഗോ എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ഈഗോ അല്ല, സൊസൈറ്റീനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന, സന്നദ്ധാനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഈഗോ, സൂപ്പർ ഈഗോ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലുള്ള ഒരു ഇൻറ്റഗ്രിറ്റിയാണ്. അതായത് അവർ ഇറ്റ്സ് ഓക്കെ, വി ആർ മീൻസ് സക്സസ്ഫുൾ ഹ്യൂമൻ ബീങ് എന്നുള്ള ഒരിത് വരും. പിന്നെ എന്താണ്? അല്ലെങ്കിൽ ഭയങ്കര നിരാശ, ഞാൻ ലൈഫിലൊന്നും നേടിയില്ല എന്നൊരവസ്ഥ വരും. ഇതാണ് ഈഗോ, ഇൻറ്റഗ്രിറ്റി.
ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നതാണ് വിസ്ഡമാണ്. അതിൻ്റെ അകത്ത് നേച്ചറിനെ സ്നേഹിക്കാൻ തുടങ്ങും, സൊസൈറ്റീനെ സ്നേഹിക്കാൻ തുടങ്ങും. ഇതെല്ലാം ഇതിൻ്റെ അകത്ത് വരുന്നതാണ്. ഇതാണ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റൽ തിയറി. ഇനി നെക്സ്റ്റ് തിയറി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.